വല്ലാത്തൊരു വേദന അവൾ അറിഞ്ഞിരുന്നു. എവിടുന്നാ ചേട്ടാ പെണ്ണ്? ശബ്ദമിടറാതിരിക്കാൻ ശ്രദ്ധിച്ചു തന്നെ അവൾ ചോദിച്ചു. പന്തളത്ത്. അതുകൊണ്ട് രാവിലെ തന്നെ പോണം. നീ എന്തായാലും അമ്മയോട് പറഞ്ഞേക്ക്, കേറുന്നില്ല. നാളെ ഏതായാലും പെണ്ണൊക്കെ കണ്ടിട്ട് എല്ലാം ശരിയാവുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരാ. ചെറുചിരിയോടെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നിയിരുന്നു. അവൻ പിന്നീട് പറഞ്ഞ ഒന്നും അവൾ കേട്ടിരുന്നില്ല. മനസ്സിൽ എന്തോ ഒരു ഭാരം പോലെ, ഒരൊറ്റപ്പെട്ട തുരുത്തിലാണ് താനെന്ന് അവൾക്ക് തോന്നി. അവനോടൊപ്പം ഈ നിമിഷം വരെ താൻ അനുഭവിച്ച സന്തോഷം നിമി നേരം കൊണ്ട് കെട്ടടങ്ങുന്നത് അവൾ അറിഞ്ഞു. ശ്രീഹരി യാത്ര പറഞ്ഞു പോയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഹാളിൽ തന്നെ ജയന്തി ഉണ്ടായിരുന്നു. ഹരിക്കുട്ടൻ എവിടെ? അവളുടെ പിന്നിലേക്ക് നോക്കി അവർ ചോദിച്ചു. പോയി. ഇവിടെ വരെ വന്നിട്ട് കയറാതെ പോയോ? അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോഴും അവൾ മറ്റൊരു ലോകത്താണെന്ന് തോന്നിയിരുന്നു. മറുപടി പറയാൻ പോലും അവൾക്ക് ആവതില്ലെന്ന് തോന്നി. അവളുടെ മുഖഭാവം പെട്ടെന്ന് തന്നെ ജയന്തിയിൽ ഒരാശങ്ക സൃഷ്ടിച്ചു. എന്തുപറ്റി? നിനക്ക് വയ്യേ? മകളുടെ മുടിയിൽ അരുമയായി തലോടി ജയന്തി ചോദിച്ചു. നല്ല തലവേദന പോലെ. ഹരിച്ചേട്ടൻ നാളെ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് വരാതിരുന്നത്. ഈശ്വരാ, ഇതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ഇപ്പം തന്നെ അവന് പ്രായം എത്ര ആവുന്നു? കല്യാണം ശരിയാണെങ്കിൽ പെണ്ണിന് പാസ്പോർട്ട് എടുക്കണമെന്നാണ് സുഗന്ധി പറഞ്ഞത്. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കൊണ്ടുപോകാനാണോ? അതിശയത്തോടെ അവൾ ചോദിച്ചു. അതിപ്പോഴൊന്നും പറ്റില്ലല്ലോ. അത്ര നല്ല ജോലിയൊന്നും അല്ലല്ലോ അവിടെ. പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ ജോലി കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം താമസിക്കാൻ സൗകര്യമൊക്കെ ആകും. അവനിവിടെ കുറച്ച് നാളെ കൂടുതൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അക്കരെ ഇക്കരെയുള്ള ജീവിതവും ശരിയല്ല. എൻ്റെ കൃഷ്ണ, വേഗം അവൻ്റെ വിവാഹം നടത്താമെങ്കിൽ ഞാൻ ഒരു ചുറ്റുവിളക്ക് നേർന്നേക്കാം. ജയന്തിയുടെ ആ പ്രാർത്ഥന ജാനകിയുടെ ഹൃദയത്തിലായിരുന്നു കൊണ്ടത്. അമ്മയ്ക്ക് അറിയില്ലല്ലോ, അമ്മയുടെ മകളുടെ ഹൃദയം കവർന്നവന് വേണ്ടിയാണ് മറ്റൊരു വിവാഹത്തിന് അമ്മ നേർച്ച നേരുന്നത് എന്ന്. കൂടുതൽ സമയം അവിടെ നിൽക്കാൻ അവൾ തോന്നിയിരുന്നില്ല. മുറിയിലേക്ക് ചെന്നു. അപ്പോഴേക്കും മനസ്സ് വല്ലാത്ത വേദനയിലായിരുന്നു. നാളെ ആ പെൺകുട്ടിയെ ഹരിച്ചേട്ടന് ഇഷ്ടമാകുമോ? ഇഷ്ടമായ വിവാഹം നടക്കും. മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ഹരിയേട്ടൻ്റെ താലിയും സിന്ദൂരവും ഏറ്റുവാങ്ങി മറ്റൊരു പെൺകുട്ടി. ആ ഒരു ചിന്ത പോലും അവളെ വല്ലാതെ തളർത്തി. ചിന്തിക്കുമ്പോൾ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. മുറിയിലേക്ക് ചെന്നതും കട്ടിലേക്ക് തന്നെ കിടന്നു. കണ്ണുകൾ പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. ആ ചിന്ത പോലും തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു നിസ്സഹായമായ അവസ്ഥ. എങ്ങനെ താൻ ഈ രാത്രി തള്ളി നീക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. എന്തെങ്കിലും വിശദ വിവരം അറിയുന്നത് വരെ താൻ ഉരുക്കിത്തീരുമെന്ന് അവൾക്ക് തോന്നി. തൻ്റെ മനോവേദനയെപ്പറ്റി ആരോടാണ് പറയുന്നത്? ആരാണ് തന്നെ മനസ്സിലാക്കുന്നത്? നീറ്റുന്ന ഓർമ്മകൾ വേദന മനസ്സിൽ കോറിയിടുന്നു. ഒരുപാട് വർഷത്തെ പ്രണയമൊന്നുമല്ല, ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള ഒരു പ്രണയം. പക്ഷേ അവൻ പതിഞ്ഞതോ തൻ്റെ ഹൃദയത്തിലായിരുന്നു. ആ പ്രണയം മറക്കാൻ ശ്രമിക്കുമ്പോൾ ഹൃദയത്തിൽ ചെന്നിണം വാർന്നൊഴുകുന്നു. അവൾക്കൊരു ഉത്സാഹവും തോന്നിയിരുന്നില്ല. കുറച്ചു സമയം അങ്ങനെ തന്നെ കിടന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിക്കാനായിപ്പോയി. നെറുകയിൽ തണുത്ത വെള്ളം വീണപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. എങ്കിലും ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. വൈകുന്നേരം വെറുതെ ഒരു മെസ്സേജ് ഹരിയേട്ടന് വാട്സപ്പിൽ അയച്ചു. നാളെ എപ്പോഴാണ് പോകുന്നത്? ചേട്ടന് മെസ്സേജ് ഡെലിവർ ആയെങ്കിലും റിപ്ലൈ വന്നില്ല. ആൾ അങ്ങനെ ഓൺലൈനിൽ നിന്നും ഇരിക്കുന്ന പ്രകൃതത്തിലും അല്ല. എങ്കിലും നെറ്റ് ഓണാണ്. ചിലപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും പാട്ട് കേൾക്കുകയോ സിനിമ കാണുകയോ ഒക്കെ ആയിരിക്കും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഫോണിൻ്റെ ബീപ്പ് സൗണ്ട് അടിച്ചപ്പോൾ ഓൺലൈനിൽ കണ്ടു. ഹൃദയവേദനയോടെ തന്നെ അത് എടുത്തു നോക്കി. പോകുന്നില്ല. ഒറ്റ വാക്കിലുള്ള മറുപടി. അത് കേട്ടപ്പോൾ സന്തോഷവും സമാധാനവും ഒരേപോലെയാണ് മനസ്സിൽ നിറഞ്ഞത്. എങ്കിലും കാരണം ചോദിക്കാൻ മനസ്സിൽ വല്ലാത്ത ആകാംക്ഷ. എന്തു പറ്റി ഹരിയേട്ട? അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കേൾക്കാമായിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇയർഫോൺ അപ്പോഴേക്കും തപ്പി ഫോണിൽ കണക്ട് ചെയ്തു. ശേഷം 3 സെക്കൻഡ് ഓഡിയോ പ്ലേ ചെയ്തു. ജാതകം കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാതകം നോക്കിയപ്പോൾ ജാതകങ്ങൾ തമ്മിൽ ചേരില്ലെന്ന്, അതുകൊണ്ട് പോകുന്നില്ലെന്ന് വെച്ചു. ആ വാക്കുകൾ വലിയൊരു സമാധാനമായിരുന്നു മനസ്സിൽ നിറച്ചിരുന്നത്. താൻ കേൾക്കാൻ ആഗ്രഹിച്ചതും അങ്ങനെയൊരു മറുപടിയായിരുന്നു. അതിൻ്റെ ഒരു സമാധാനം അവൾക്ക് തോന്നി. അതുവരെ മൂടിക്കെട്ടി നിന്നിരുന്ന മനസ്സിനൊരു കുളിർക്കാറ്റ് വീഴുന്നത് പോലെ. ആ സന്തോഷത്തിൽ അറിയാതെ കണ്ണിൽ ലവ് നിറഞ്ഞൊരു സ്മൈലി ആയിരുന്നു അയച്ചത്. ബോധം വീണ്ടെടുത്ത് നോക്കിയപ്പോൾ ഹരിച്ചേട്ടൻ അത് കണ്ടിട്ടില്ല. അതിനു മുൻപേ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത നിമിഷം തന്നെ ആൾ ഓൺലൈനിൽ വന്നു. എന്താണ് അയച്ചതെന്ന് ക്വസ്റ്റ്യൻ മാർക്ക് അയക്കുകയും ചെയ്തു. ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓഫ്ലൈനായി. പിരിമുറുക്കം ബാധിച്ച മനസ്സിന് ആശ്വാസം കിട്ടിയ സമാധാനം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ആ സന്തോഷത്തിന് പെട്ടെന്ന് മ്യൂസിക് പ്ലെയർ ഓണാക്കി. അവൻ്റെ ചിരിക്കുന്ന മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. പക്ഷെ എത്ര നാൾ? വളരെ ക്ഷണികമാണ് ഇത്തരം സന്തോഷങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാലോചന വരും.
ചേട്ടൻ തൻ്റെ ഇഷ്ടം അറിയാത്ത കാലത്തോളം അങ്ങനെ വരുന്ന ആലോചന പോയി കാണുകയും ചിലപ്പോൾ അത് നടക്കുകയും ചെയ്യും. തനിക്കത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. പക്ഷെ തൻ്റെ ഇഷ്ടം ആരോടും തുറന്നു പറയുവാനും വയ്യ. താൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷവും അവൾ. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം മാത്രം ഒട്ടും മാറ്റു കുറയാതെ തെളിഞ്ഞു നിന്നു. അത് പക്ഷെ എങ്ങനെ പറയുമെന്നറിയില്ല. ആരോടാണ് പറയുന്നത്? സഹോദരനായി കണ്ട ഒരുവനെ മറ്റൊരു രീതിയിൽ കാണുന്നത് തന്നെ മറ്റുള്ളവർ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്? അങ്ങനെ പല സംശയങ്ങൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വാതിലിൽ ഒരു തട്ട്. പെട്ടെന്ന് പോയി തുറന്നു. മുൻപിൽ ജയന്തിയെ കണ്ടു. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ കാര്യം മനസ്സിലാവാതെ അവൾ ഒന്ന് നോക്കി. ജാനി, നാളെ നീ കോളേജിൽ പോണ്ട. ജയന്തിയുടെ മുഖത്ത് മിന്നി നിന്ന സന്തോഷം എന്താണെന്ന് മനസ്സിലാവാതെ സംശയത്തിൽ തന്നെ അവൾ ജയന്തിയുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി. മറ്റൊന്നും കൊണ്ടല്ല, ഹരിക്കുട്ടൻ്റെ ഒരു കൂട്ടുകാരൻ നിന്നെ ഒന്ന് കാണാൻ വരുന്നുണ്ട്. കൂട്ടുകാരനല്ല, കൂട്ടുകാരൻ്റെ അനിയനാണെന്നാണ് പറഞ്ഞത്. ഹരിക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. 1 വർഷം കഴിഞ്ഞ് മതിയെന്ന് വെച്ചാലും ഇപ്പം തന്നെ എല്ലാം നോക്കണ്ടേ? ഹരി പറയുന്നത് അവൻ പോകുന്നതിന് മുൻപ് നിശ്ചയെങ്കിലും നടത്താമെന്നാ. പറ്റുമെങ്കിൽ കല്യാണം ഒരുമിച്ച് നടത്തായിരുന്നു. ഹരി പോകാനിരുന്ന കുട്ടിയും ഹരിയുടെ ജാതകവും തമ്മിൽ പൊരുത്തമില്ല. ജയന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒന്നിനും മറുപടി പറയുവാൻ അവൾക്ക് സാധിക്കുന്നില്ല. നാളെ തന്നെ കാണാൻ മറ്റൊരാൾ വരുന്നുവെന്നും അത് ഹരിയേട്ടൻ കൂടി അറിഞ്ഞുകൊണ്ടാണെന്നുള്ള അറിവ് മാത്രം മതിയായിരുന്നു അവളെ തകർത്ത് കളയുന്നതിനായി. ഇങ്ങനെ പെട്ടെന്നൊക്കെയാണോ മറ്റൊരാൾ കാണാൻ വരുന്നു എന്ന് പറയുന്നത്? നാളെ എനിക്ക് കോളേജിൽ അസൈൻമെൻറ്റ് ഉള്ളതാണ്, പോവാതിരിക്കാൻ പറ്റില്ല നാളെ. അവൾ ഒഴിയാൻ നോക്കി. 1 ദിവസത്തേക്ക് നീ പോണ്ട. ഹരി പറഞ്ഞിട്ട് അവൻ കാണാൻ വേണ്ടി വരുന്നതല്ലേ. ആ സമയത്ത് നീ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ അവരെ അപമാനിച്ച പോലെ ആവില്ലേ? ഹരി പറഞ്ഞതല്ലേ, ഏതായാലും അവർ വന്ന് കണ്ടോട്ടെ. ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല. പയ്യനും പിന്നെ ഹരിയും കാണും, മറ്റാരും കാണില്ല. അത്രയും പറഞ്ഞ് ജയന്തി പോയപ്പോൾ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അവൾ ഹരിയുടെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. 1-2 ബെല്ലിനുള്ളിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു. എന്തടി, നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? കേൾക്കാൻ കൊതിച്ച ശബ്ദം കാതുകളിലേക്ക് അലയടിച്ചു. എടുത്തു പിടിച്ച് എൻ്റെ കല്യാണം നടത്തില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ട് നാളെ തന്നെ എന്നെ പെണ്ണ് കാണിക്കാൻ ആളെ കൊണ്ടുവരുവാണോ? വിഷമവും പരിഭവവും ഒക്കെ നിറഞ്ഞ സ്വരം ആയിരുന്നു അവൻ്റെ കാതുകളിലേക്ക് എത്തിയത്. അവളുടെ ആ പരിഭവം കേട്ടപ്പോൾ അവന് ചിരിയാണ് വന്നതെങ്കിലും അത് കടിച്ചമർത്തി തന്നെ അവൻ പറഞ്ഞു, അതിന് നാളെ നിന്റെ കല്യാണമൊന്നും ഇല്ലല്ലോ ജാനി. അവൻ നിന്നെ ഒന്ന് കാണുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. നീ കാണാനൊന്ന് നിന്നു കൊടുത്താൽ മതി. അങ്ങനെ വന്ന് കണ്ട ഉടനെ കല്യാണം നടക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കല്യാണം കഴിക്കേണ്ടി വന്നേനെ. പയ്യന് നിന്നെ കാണണം, ഇഷ്ടമാകണം, നിനക്ക് പയ്യനെ ഇഷ്ടപ്പെടണം, വീട്ടുകാർക്ക് ഇഷ്ടപ്പെടണം, പിന്നെ ജാതകങ്ങൾ തമ്മിൽ ചേരണം. അങ്ങനെ എത്ര കടമ്പകളാണെന്ന് മാത്രമേ വിവാഹമാവുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. എങ്കിലും വേണ്ട ചേട്ടാ, ഇപ്പം എന്നെ കാണാൻ ആരും വരണ്ട. അവസാന ശ്രമം എന്നതുപോലെ അവൾ പറഞ്ഞു. ഇപ്പം ആരും വരില്ല. നാളെ രാവിലെ ഒരു 11 ആവും വരാൻ. അവൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. ചേട്ടാ, ദേഷ്യത്തോടെ വിളിച്ചപ്പോൾ അവൻ അറിയാതെ ചിരിച്ചു പോയിരുന്നു. എടി മോളെ, എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനാണവൻ. അമൽ എന്നാണ് പേര്. അവനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാരുടെ ഒരു ദുസ്വഭാവങ്ങളും അവനില്ല. നല്ല പയ്യൻ. കണ്ടാൽ തന്നെ നിനക്ക് ഇഷ്ടമാകും. നീ ഒന്ന് കണ്ടു നോക്ക്. ജാതകങ്ങൾ ചേരുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞേ വിവാഹം നടത്തൂ. ശരിയായാൽ ഒരു നിശ്ചയം നടത്താം. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ജാതകം പിന്നെ എല്ലാ ബ്രോക്കർമാരുടെയും കയ്യിലുണ്ട്. ആദ്യം തന്നെ അത് നോക്കിയിട്ട് മതി ഇനി കല്യാണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പോയി ഒരു പെങ്കൊച്ചിനെ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ട് ജാതകം ചേർന്നില്ലെങ്കിൽ പിന്നെ അത് വലിയ വിഷമായിരിക്കില്ലേ? എങ്കിലും എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഏട്ടാ. പഠിക്കുകയല്ലേ ഞാൻ. അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ വാക്കുകൾ ഇടറി തുടങ്ങിയിരുന്നു. അവൾ വെറുതെ പറയുകയല്ലെന്ന് തോന്നി തുടങ്ങിയപ്പോൾ അവൻ മുറിയിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. അതിനുശേഷം അവൻ ഗൗരവത്തോടെ ഫോണിൽ ചോദിച്ചു, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. ഒരു നിമിഷം അവളുടെ ഹൃദയതാളം ക്രമാതീതമായി ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും ഹരിയേട്ടൻ ചോദിക്കാൻ പോകുന്നതെന്ന സംശയം അവളിലും നിറഞ്ഞു നിന്നു. എന്താ ഹരിയേട്ട? അവൾ ഒരിക്കൽ കൂടി ചോദിച്ചു. മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ ആ ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വല്ലാത്തൊരു പ്രകമ്പനം തന്നെ ആ ചോദ്യം അവളുടെ മനസ്സിൽ സൃഷ്ടിച്ചിരുന്നു. നിന്റെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ പലവട്ടം എനിക്ക് അങ്ങനെയൊരു സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറ. നമുക്ക് വേണ്ടത് ചെയ്യാം. അവൻ്റെ ആ വാക്കുകൾ അവളിൽ ഒരാത്മവിശ്വാസം പടർത്തി. അതുതന്നെയാണ് യഥാർത്ഥ സമയമെന്ന് അവൾക്ക് തോന്നി. തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞാലോ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയിരുന്നു. ഉണ്ടേട്ടാ. അവളുടെ ആ വാക്കുകൾ അവനിലും വല്ലാത്തൊരു പ്രകമ്പനമായിരുന്നു സൃഷ്ടിച്ചത്. കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.